കല്യാശ്ശേരി എം.എൽ.എ. എം വിജിനെ അപമാനിച്ച പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കണ്ണൂർ ടൗൺ എസ്.ഐ പി ഷമീലിന് വീഴ്ച പറ്റിയെന്ന് കണ്ണൂർ എ.സി.പി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അമൽനാഥ്, നാം കണ്ടതാണ് തത്സമയ ദൃശ്യങ്ങൾ. അവസാനം എം.എൽ.എക്ക് പൊട്ടിത്തെറിക്കേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിച്ചത് പോലീസിന്റെ വലിയ വീഴ്ച, അനാസ്ഥ, തുടർന്നുള്ള പ്രോട്ടോകോൾ ലംഘനങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രതിഫലനമാണോ റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? അജിംഷാദ്, കണ്ണൂർ ടൗൺ എസ്.ഐ പി ഷമീലിനെതിരെ ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കല്യാശ്ശേരി എം.എൽ.എ. എം വിജിനുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എ.സി.പി ടി.കെ. രത്നകുമാർ കമ്മീഷണർ അജിത് കുമാറിനെ ആദ്യഘട്ട റിപ്പോർട്ട് എന്ന രീതിയിൽ സമർപ്പിച്ചിരുന്നു. ആദ്യഘട്ട റിപ്പോർട്ടിൽ എസ്.ഐക്കെതിരെ ഉള്ള പരാമർശങ്ങൾ തന്നെയാണ് ഉള്ളത്. അതായത് ഒരു പ്രോട്ടോകോൾ ലംഘനമാണ് എസ്.ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടർ നടപടി എന്ന രീതിയിൽ നിലവിൽ ഇന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കൽ നടക്കും. പ്രധാനമായും എം.എൽ.എയുടെയും എസ്.ഐയുടെയും ഒപ്പം തന്നെ കേരള ഗവൺമെന്റ് നഴ്സേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെയും ഒപ്പം തന്നെ പിങ്ക് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ടീം ഇവരുടെ ഒക്കെ മൊഴിയാകും ഇന്ന് രേഖപ്പെടുത്തുക. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടന്നു പോവുക. അതേസമയം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ നഴ്സേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം കളക്ടറേറ്റിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. എന്നാൽ അവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ വീഴ്ച തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇന്നലെ ഇത്തരത്തിൽ നൽകിയ ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ എം.എൽ.എക്കെതിരെ എസ്.ഐയുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. എം.എൽ.എയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്കാണ് എസ്.ഐ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അവിടെ എം.എൽ.എയുടെ മൈക്ക് പിടിച്ചു വാങ്ങുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കടക്കുകയുണ്ടായി. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ മുൻകൂട്ടി അറിയിച്ച് നടത്തിയ ഒരു പ്രതിഷേധത്തിന് വേണ്ട സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും സാധിച്ചിരുന്നില്ല. പിങ്ക് പോലീസിനായിരുന്നു ഇതിന്റെ സുരക്ഷാ ദൗത്യം ഉണ്ടായിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് ഈ പിങ്ക് പോലീസിന് ഈ സംഭവ സ്ഥലത്ത് എത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ രണ്ട് പിഴവുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ചുമതലയുള്ള എസ്.ഐക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷത്തുള്ള എം.എൽ.എമാരൊക്കെ തന്നെയും എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ തന്നെ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ഒരു എം.എൽ.എക്ക് കൂടി പോലീസിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പൊതുവെ മറ്റ് പല നേതാക്കന്മാരും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശാന്തനായ ഒരു നേതാവാണ് എം വിജിൻ. അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കണമെങ്കിൽ അവിടെ ഗുരുതരമായ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ തീർച്ചയായും, കാരണം നിരവധി SFIയിലൂടെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി നമുക്ക് ഓർമ്മയുണ്ട്. പല വിധത്തിലുമുള്ള ഇടിമുറികളുള്ള കോളേജുകൾക്കെതിരെ, നെഹ്റു മെമ്മോറിയൽ കോളേജിനൊക്കെ എതിരെ വലിയ സമരങ്ങൾ ചാർത്തിയാണ് വിജിൻ വളർന്നു വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നേതാവ് കൂടിയാണ് എം വിജിൻ. അപ്പോൾ വിജിൻ അത് പറയുന്നുണ്ടായിരുന്നു, നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരാളും പെരുമാറാത്ത രീതിയാണ് കളക്ട്രേറ്റിനുള്ളിൽ. കാരണം കളക്ട്രേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടത്തിൽ തടയണമായിരുന്നു പോലീസ്. തടഞ്ഞില്ലാത്തത് കൊണ്ട് സമരക്കാർ സ്വാഭാവികമായും, അവർ നേഴ്സുമാരാണ്, അവർക്ക് ഇതിൻ്റെ മറ്റ് ചട്ടങ്ങളൊന്നും അറിയണമെന്നില്ല, സാധാരണഗതിയിലുള്ള സമരക്കാരെ പോലെ, അപ്പോൾ രാഷ്ട്രീയക്കാരെ പോലെ. അപ്പോൾ സ്വാഭാവികമായും അവർ തടയാത്തത് കൊണ്ട് കളക്ട്രേറ്റിനുള്ളിലേക്ക് അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പ്രവേശിച്ചു. അവിടെ വെച്ച് ഉദ്ഘാടനം നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ പെരുമാറ്റം ഉണ്ടാകുന്നത്. പോലീസ് തടയാത്തതാണ് ഈ വീഴ്ചയ്ക്കൊക്കെ കാരണമുണ്ടായത്. ഇതിനുശേഷം പോലീസ് അമിതോത്സാഹം കാണിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. ഇതൊക്കെയാണ് ഈ പ്രോട്ടോകോൾ ലംഘനത്തിൻ്റെ പരിധിയിലേക്ക് എത്തുന്നതും. അമൽനാഥ്, അജിംഷാദ്, ഇവിടെ അതോടൊപ്പം സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഈ എം.എൽ.എയുടെ ഒരു പക്വത കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ കളക്ടറേറ്റ് ഗേറ്റിന് സമീപത്തേക്ക് എത്തുമ്പോൾ അതിന്റെ ഭാഗമായി എം.എൽ.എ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു കളക്ടറേറ്റ് ഗേറ്റിന് പുറത്ത് ഏകദേശം ഒരു 2-3 പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സമരം അവിടെ അവസാനിച്ചില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആ സമരം കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തരത്തിൽ ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് മുന്നേ തന്നെ വലിയ സമരങ്ങൾ നയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കളക്ടറേറ്റ് ഗേറ്റ് പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ കളക്ടറേറ്റ് വളപ്പിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ അവിടെ വിജിൻ എം.എൽ.എ എത്തുകയും ഈ സമരക്കാരോട് കാര്യം
കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഇവരുമായി പുറത്തേക്ക് ഇറങ്ങാനുള്ള നീക്കത്തിലായിരുന്നു വിജിൻ MLA. അതായത് നമുക്ക് സമരം അല്ലെങ്കിൽ പ്രതിഷേധം കളക്ടറേറ്റ് ഗേറ്റ് പുറത്ത് നടത്താമെന്ന ഒരു ധാരണയിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു നീക്കത്തിൽ തന്നെയായിരുന്നു. ആ സമയമായിരുന്നു ഇവിടെ SIയുടെ ഭാഗത്തു നിന്നും ഈ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കും എന്ന രീതിയിൽ MLAക്കെതിരെ രൂക്ഷമായ രീതിയിൽ അല്ലെ MLA പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പെരുമാറ്റം ഉണ്ടായത്. അത് തന്നെയാണ് വിജിൻ MLA പ്രകോപിപ്പിച്ചത്. പിന്നീടാണ് ഇത്തരത്തിലൊരു വാക്കേറ്റത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ SIക്കെതിരെ വിജിൻ MLA പരാതി നൽകുന്നു. അതിന്റെ ഭാഗമായി നൽകിയ റിപ്പോർട്ടിൽ ഇവിടെ SIയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇതിന്റെ തുടർ നടപടി എന്ന രീതിയിൽ നിലവിൽ ഇന്ന് മൊഴിയെടുക്കലാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ MLAയുടെയും SIയുടെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് തന്നെ SIക്കെതിരെ നടപടി ഉണ്ടാകും എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. അജിംഷ. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. MLA അപമാനിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ നടപടി. SI ഷമീമിന് എതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ട്. ഷമീമിൻ്റെ വീഴ്ചയെ സംബന്ധിച്ചും പോലീസിൻ്റെ വീഴ്ചയെ സംബന്ധിച്ചുമാണ് പോലീസിൻ്റെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് അമൽനാഥ് പാടിച്ചാൽ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. പന്തളം ക്ഷേത്രം 11 ദിവസത്തേക്ക് അടച്ചിടും. പന്തളം കൊട്ടാര രാജകുടുംബാംഗം ചോദ്യനാൾ അംബിക തമ്പുരാട്ടി അന്തരിച്ചതിനെ